നമ്മുടെ ഗ്രോ ബാഗിലായാലും അതുപോലെ ചട്ടിയിലായാലും ഒക്കെ നട്ട മുളക് ചെടിക്ക് ഇതുപോലെ വളം കൊടുത്ത് നോക്കിയിട്ടുണ്ട്. നല്ല റിസൾട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ നിന്നും മണ്ണൊക്കെ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ പഴത്തിൻ്റെ തൊലി, അതുപോലെ ഉള്ളിയുടെ തൊലി, പച്ചക്കറിയുടെ എല്ലാ വേസ്റ്റും, അതുപോലെ ചീഞ്ഞ പഴമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഒരു പിടി ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു പിടിയോളം വേപ്പിൻ പിണ്ണാക്കാണ്. കീടങ്ങളുടെ ശല്യം, നിമാവിരകൾ പോലുള്ള ശല്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാനാണ് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുത്തത്. അതിൻ്റെ മുകളിലിട്ട് ഇതുപോലെ മണ്ണിട്ട് മൂടിക്കൊടുക്കണം. എന്നിട്ട് നല്ല ഉണങ്ങിയ കരിയില വെച്ച് നമുക്ക് പുതയിട്ട് കൊടുക്കാം. നല്ല ചൂടായത് കൊണ്ട് പുതയിടൽ നിർബന്ധമാണ്. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് മുളക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന പച്ചക്കറിയുടെ തൊലികളൊന്നും വേസ്റ്റാക്കി കളയേണ്ട. ഇതുപോലെ മുളക് ചെടികൾക്ക് ഇട്ട് കൊടുത്തു നോക്കൂ. റിസൾട്ട് കണ്ടാൽ ഞെട്ടും.